Hello everyone, welcome to EduTutor. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA-BSc സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ ദി ഒഡീസി എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പാഠം പഠിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷോർട്ട് ആൻസേഴ്സും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എസ്സേ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ചാപ്റ്റർ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കൂ. സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ. ഞാൻ വായിച്ചതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ദി ഒഡീസി. The Odyssey is written by the ancient Greek poet Homer. Homer has written two epic poems, the Iliad and the Odyssey. Homer has written many other works of arts, literature, sculpture, and films. The Odyssey is a book with 435 lines. The first 20 lines are given in this chapter. There are 24 books in Odyssey. ഒഡീസി എഴുതിയിരിക്കുന്നത് ഏൻഷ്യൻ്റ് ഗ്രീക്ക് പോയറ്റ് ആയിട്ടുള്ള ഹോമറാണ്. ഹോമർ എഴുതിയിട്ടുള്ള രണ്ട് ഇതിഹാസ കവിതകളാണ് ദി ഇലിയാഡും ദി ഒഡീസിയും. ഹോമർ അതുപോലെ മറ്റ് ചില വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കല, സാഹിത്യം, ശില്പം, അതുപോലെ സിനിമകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒഡീസി എന്ന് പറയുന്നത് ഒരു 435 ലൈനുകളുള്ള ബുക്കാണ്. അതിൽ 20 ലൈനുകൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. പിന്നെ 24 പുസ്തകങ്ങളാണ് ഒഡീസിയിൽ ആകെയുള്ളത്. ദി ഒഡീസി ബിഗിൻസ് വിത്ത് ദ ഗോഡസ് സോങ്. ഇറ്റ് സ്പീക്സ് അബൌട്ട് human errors and divine will of Odysseus and his friends returning back home. Before starting the poem, Homer invokes the divine muse to inspire him and guide him to tell the story. The Odysseus is the king of Ithaca. Odysseus fought for the Greeks in the Trojan War. After winning, he and his friends were returning home from Troy to Ithaca. They wandered for 9 years through voyage. ഒഡീസി ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ദൈവത്തിൻ്റെ ചില പാട്ടുകളൊക്കെ ആയിട്ടാണ്. ഇറ്റ് സ്പീക്സ് അബൌട്ട്, ഇത് സംസാരിക്കുന്നത്, ഇത് പറയുന്നത് മനുഷ്യരുടെ മിസ്റ്റേക്ക്, എറേഴ്സ് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് ആണ്. അപ്പോൾ മനുഷ്യർ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകളുണ്ട്, അതിനെക്കുറിച്ചും പിന്നെ അതിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും. ഡിവൈൻ വിൽ എന്ന് പറഞ്ഞാൽ ദൈവഹിതമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും അത് ഒഡീസിയുടെയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അവർ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ ഒഡീസിയുടെയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില മിസ്റ്റേക്കുകളും അതിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഈ ചാപ്റ്റർ, ഈ പോയം തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ഡിവൈൻ മ്യൂസ് എന്ന് ദേവതയാണ്, ആ ദേവതേനെ വിളിക്കുന്നുണ്ട്, എന്നുവെച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറി നല്ല രീതിയിൽ പറയാനായിട്ട്. അതുപോലെ ഇദ്ദേഹം ഇത്താക്ക, ഒഡീസിയസ് എന്ന് പറയുന്ന വ്യക്തി ഇത്താക്ക എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവാണ്. അദ്ദേഹം ഗ്രീക്സിന് വേണ്ടിയിട്ട് ട്രോജൻ എന്ന യുദ്ധത്തിൽ അദ്ദേഹം ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഫൈറ്റിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സാണ് വിജയിക്കുന്നത്. അങ്ങനെ വിജയിച്ചിട്ടാണ് അവർ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. ട്രോയ് എന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു യുദ്ധം നടന്നത്. അപ്പോൾ ട്രോയ് എന്ന സ്ഥലത്ത് നിന്നും ഇത്താക്കയാണ് ഇവരുടെ വീട്. അപ്പോൾ ഇത്താക്കയിലോട്ടാണ് ഇവർ തിരിച്ചു പോകുന്നത്. അങ്ങനെ പോരുന്ന സമയത്ത് ഇവർക്ക് വഴി തെറ്റാണ്. അങ്ങനെ അവർ കടൽ യാത്രയാണ്.
വോയേജ് എന്ന് പറഞ്ഞാൽ കടൽ യാത്രയാണ്. അപ്പോൾ സമുദ്രത്തിൽ വെച്ച് ഇവർക്ക് വഴി തെറ്റി 9 വർഷത്തോളം ഇവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ഈ സ്റ്റോറിയിലോട്ട് നമ്മൾ ശരിക്കും കടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വർഷത്തോളം ഒഡീസിയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും അവർ സമുദ്രത്തിൽ ഇങ്ങനെ വഴി തെറ്റി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ എത്തിച്ചേരുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവരെത്തുന്നത് എവിടേക്കാണെന്ന് നോക്കാം. ഫസ്റ്റ് he reached at the lotus eaters. Those people eat lotus like drugs. Some of Odysseus' friends joined the lotus eaters, but Odysseus and some of his friends escaped from there. ആദ്യം ഇവരിങ്ങനെ വഴി തെറ്റിയിട്ട് ലോട്ടസ് ഈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ അടുത്താണ് എത്തിച്ചേരുന്നത്. ലോട്ടസ് ഈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര കഴിച്ച് ഡ്രഗ് അഡിക്റ്റ് ആയി കിടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പോൾ ഒഡീസിയുടെ ചില ഫ്രണ്ട്സൊക്കെ അവരുടെ കൂടെ കൂടുന്നുണ്ട്. പക്ഷേ ഒഡീസിയസും അദ്ദേഹത്തിൻ്റെ മറ്റ് ചില ഫ്രണ്ട്സും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. Then they meet the sea god Poseidon. Polyphemus' son is Poseidon. Polyphemus and Odysseus fights. Odysseus beat Polyphemus on his eyes. Then he escaped from there. Poseidon is angry on Odysseus for 2 reasons. One is Odysseus beat on the eye of Polyphemus. Second, he fought for the Trojan War. Later, they escape from Poseidon by holding on the belly of a ram. ഇവിടെ അടുത്തതായിട്ട് ഒഡീസിയസും ഫ്രണ്ട്സും പൊസീഡൻ എന്ന് പറഞ്ഞിട്ടുള്ള കടൽ ദൈവത്തിനെയാണ് മീറ്റ് ചെയ്യുന്നത്. പൊസീഡൻ എന്ന് പറയുന്നത് പൊളിഫെമസ് എന്ന് പറയുന്ന ഒരു കടൽ ദൈവത്തിൻ്റെ മകനാണ്. ഈ പൊളിഫെമസും ഒഡീസിയസും തമ്മിൽ ഇവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിൽ ഒഡീസിയസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് ഈ പൊളിഫെമസിൻ്റെ കണ്ണ് മടിക്കുകയാണ്. നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത് ശരിക്കും ഈ പൊളിഫെമസിൻ്റെ ബ്ലൈൻഡ് ആക്കി അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഒഡീസിയസ് അവിടെ നിന്നും ഫ്രണ്ട്സിനെയും കൊണ്ട് രക്ഷപ്പെടുന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ പൊസീഡൻ ഉണ്ടല്ലോ, ഈ പൊസീഡന് ഒഡീസിയസിനോട് 2 തരത്തിൽ ദേഷ്യം വരുന്നുണ്ട്. 2 കാരണങ്ങളാൽ ദേഷ്യം ഉണ്ടാകുന്നുണ്ട്. അത് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേത് ഒഡീസിയസ് പൊളിഫെമസിൻ്റെ കണ്ണിന് അടിച്ച് കാഴ്ച നഷ്ടപ്പെടുത്തുന്നുണ്ട്, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ഓർമ്മയിലുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്, ട്രോജൻ വാറിൽ ഒഡീസിയസ് പങ്കെടുത്തത്. ആ ഒരു കാരണം കൊണ്ട് പൊസീഡന് ഇവിടെ ദേഷ്യമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രോജൻ വാറിൽ ഒഡീസിയസ് ഗ്രീക്കുകാർക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ആ ഒരു കാരണത്താൽ പൊസീഡന് ഇവിടെ ഒഡീസിയസിനോട് ദേഷ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് പൊസീഡന് ഒഡീസിയസിനോട് ദേഷ്യം ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ. അതിനുശേഷം പിന്നെ ഒഡീസിയസ് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുട്ടനാടിൻ്റെ വയറിൽ തൂങ്ങിയിട്ടാണ് അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. ഓക്കെ, ദെൻ ഒഡീസിയസ് മീറ്റ്സ് ലേസ്ട്രിഗോൺസ്. They were human eaters. Odysseus had 12 ships, but he lost 11 ships and escaped with 1 ship. ഒഡീസിയസ് പിന്നീട് മീറ്റ് ചെയ്യുന്നത് ലേസ്ട്രിഗോൺസ് എന്ന കടൽ ദൈവത്തെയാണ്. അപ്പോൾ അവർ മനുഷ്യതീനികളാണ്. ഒഡീസിയസിന് ശരിക്കും പറഞ്ഞാൽ 12 കപ്പലുകൾ മൊത്തം ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് 11 കപ്പലുകളും നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഒരു കപ്പലും കൊണ്ടാണ് ഒഡീസിയസും ഫ്രണ്ട്സും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകും. Later he meets Circe. Circe was an enchantress. Circe turned Odysseus' friends into swine.
Odysseus saves his friends and escapes from there. പിന്നീട് ഒഡീസിയസും ഫ്രണ്ട്സും സേഴ്സ് എന്ന് പറഞ്ഞ ഒരു കടൽ ദൈവത്തെയാണ് മീറ്റ് ചെയ്യുന്നത്. സേഴ്സ് ഒരു മന്ത്രവാദിനിയാണ്. അതുകൊണ്ട് തന്നെ ഒഡീസിയസിൻ്റെ ഫ്രണ്ട്സിനെ സേഴ്സ് സ്വൈൻ എന്ന് പറഞ്ഞ പന്നികളാക്കി മാറ്റുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നും ഒഡീസിയസ് ഫ്രണ്ട്സിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. Then he reaches a land where dead spirit lives. Odysseus meets the soul of Agamemnon and Theban. Odysseus learns a trick to reduce Poseidon's anger towards Odysseus. പിന്നീട് ഒഡീസിയസും ഫ്രണ്ട്സും എത്തിച്ചേരുന്നത് മരിച്ച ആത്മാക്കൾ ജീവിക്കുന്ന ഒരു സ്ഥലത്താണ്. ഒഡീസിയസ് അവിടെ വെച്ചിട്ട് അഗമെംനോൻ അതുപോലെ തെബാൻ എന്ന 2 വ്യക്തികളുടെ ആത്മാക്കളെ കണ്ടുമുട്ടുന്നുണ്ട്. ഒഡീസിയസ് അതുപോലെ തന്നെ അവിടെ വെച്ചൊരു ട്രിക്ക് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, പോസീഡനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പോസീഡന് ഒഡീസിയോട് 2 കാര്യങ്ങൾക്ക് ദേഷ്യമുള്ളതും. അപ്പോൾ ആ ദേഷ്യം എങ്ങനെ മാറ്റാം എന്നുള്ള ഒരു ട്രിക്കാണ് ഒഡീസിയസ് ഇവിടെ നിന്നും ഈ ആത്മാക്കളിൽ നിന്നും പഠിക്കുന്നത്. നെക്സ്റ്റ് he meets sirens. Sirens' head is like a bird and body is like a human being. They sing songs and attract the people and kill them. പിന്നീട് ഒഡീസിയസും ഫ്രണ്ട്സും മീറ്റ് ചെയ്യുന്നത് സൈറൻസ് എന്ന കടൽ ദൈവങ്ങളെയാണ്. സൈറൻസിൻ്റെ തല പക്ഷികളുടെ പോലെയും ശരീരം മനുഷ്യരുടെ പോലെയുമാണ്. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ പാട്ടൊക്കെ പാടി ആൾക്കാരെ ഇതിങ്ങനെ അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റ് ചെയ്ത് ആൾക്കാരെ പാട്ടിലാക്കിയതിന് ശേഷം അവരെ കൊന്നു കളയുന്ന ഒരു പരിപാടിയാണ് സൈറൻസ് ചെയ്യുന്നത്. പക്ഷെ ഒഡീസിയസും ഫ്രണ്ട്സും അവരിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. Then he reaches in the land of Scylla. Odysseus was instructed that not to touch the cattle of Helios, but his friends killed the cattle and ate it. Storm was sent by Zeus as punishment. 6 of his friends were killed by the storm. Only Odysseus escaped from there. അടുത്തതായിട്ട് ഒഡീസിയസും ഫ്രണ്ട്സും എത്തിച്ചേരുന്നത് സില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഒഡീസിയസ് ഇവിടെ വെച്ചിട്ട് ഹെലിയോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടൽ ദൈവം പറയുന്നുണ്ട്, ഈ ഹെലിയോസിൻ്റെ കാറ്റിൽസ് ഒന്നും ഇവർ എടുക്കരുത് എന്ന് ഒഡീസിയസിനോട് പറയുന്നുണ്ട്. അങ്ങനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും ഒഡീസിയസിൻ്റെ ഫ്രണ്ട്സ് ഈ കാറ്റിലൊക്കെ കൊന്ന് തിന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് അവർക്ക് ദേഷ്യം വന്നിട്ട് അവിടുത്തെ കടൽ ദൈവമായ സെയോസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കൊടുങ്കാറ്റ് ഒരു പണിഷ്മെൻ്റ് ആയിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അത് മുഖേന അദ്ദേഹത്തിൻ്റെ ഒഡീസിയസിൻ്റെ 6 കൂട്ടുകാർ ഇവിടെ വെച്ചിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് ഒഡീസിയസ് ഒറ്റയ്ക്കാണ് രക്ഷപ്പെട്ടു പോകുന്നത്. കൂട്ടുകാരൊക്കെ ഇവിടെ വെച്ചിട്ട് മരിക്കുന്നുണ്ട്. Then he reached in the land of Calypso. Odysseus was held by Calypso. Calypso was a goddess. She loved Odysseus and wanted to marry him, so she did not allow him to go home. പിന്നീട് കാലിപ്സോ എന്ന ഒരു കടൽ ദൈവത്തിൻ്റെ രാജ്യത്താണ് എത്തിച്ചത്. രാജ്യം എന്ന് പറഞ്ഞാൽ ആ സമുദ്രത്തിൽ തന്നെ കാണപ്പെടുന്ന പല ദൈവങ്ങളാണിത്. അപ്പോൾ കാലിപ്സോയുടെ പിടിയിലാണ് ഒഡീസിയസ് അകപ്പെടുന്നത്. ഒഡീസിയസിനോട് ഈ കാലിപ്സോയ്ക്ക്, ഈ കടൽ ദേവതയ്ക്ക് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. അതുപോലെ ഒഡീസിയസിന് വിവാഹം കഴിക്കണം എന്ന് കാലിപ്സോ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് കാലിപ്സോ ഒഡീസിയസിനെ വിടാതെ എന്താ പറയുക, ഇങ്ങനെ പിടിച്ചു വയ്ക്കുകയാണ്. ഒരു ജയിലിൽ പിടിച്ചു വയ്ക്കുന്ന പോലെ തടവിലാക്കി വെച്ചിരിക്കുകയാണ്. The goddess Athena
likes Odysseus and she promises that he will be alive and he will safely return home to Ithaca. So Athena requests her father Zeus to leave him during the divine council on Mount Olympus. Athena is the sea god of wisdom. So Zeus releases Odysseus from the anchor of the sea god. Then he reaches back alone at Ithaca. അഥീന എന്ന് പറയുന്നത് മറ്റൊരു കടൽ ദേവതയാണ്. ആ കടൽ ദേവതയ്ക്ക് ഒഡീസിയസിനെ വളരെ ഇഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒഡീസിയസിനോട് അഥീന ഒരു പ്രോമിസ് നടത്തുകയാണ്, നീ പേടിക്കണ്ട, നീ മരിക്കൊന്നുമില്ല, നീ തിരിച്ച് സേഫായിട്ട് ഇത്താക്കയിലോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. അതിനായിട്ട് അഥീന ഒരു ഡിവൈൻ കൗൺസിൽ, അതൊരു മൗണ്ട് ഒളിമ്പസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ വെച്ച് അഥീനയുടെ ഫാദറിൻ്റെ പേര് സെയോസ് എന്നാണ്, സെയോസിനോട് റിക്വസ്റ്റ് നടത്തുകയാണ്. അത് ഈ ഒഡീസിയസിനെ മോചിപ്പിക്കണം എന്നുള്ളതാണ് റിക്വസ്റ്റ്. അങ്ങനെ ആ റിക്വസ്റ്റ് പ്രകാരം സെയോസ് ഒഡീസിയസിനെ അവിടെ നിന്നും മോചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇത്താക്കയിലോട്ട് തിരിച്ച് ഒറ്റയ്ക്ക് ഒഡീസിയസ് എത്തിച്ചേരുന്നതാണ് നമ്മുടെ ഈ കംപ്ലീറ്റ് സമ്മറി. ഇനി ഈ സമ്മറിയിൽ ഇല്ലാത്തൊരു കാര്യം നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ ചാപ്റ്ററിനോട് അനുബന്ധമായ ഒരു ക്വസ്റ്റ്യനാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒഡീസി, അല്ലെങ്കിൽ ഒഡീസിയുടെ കുറിച്ച് എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയൊരു പാരഗ്രാഫായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. Odysseus is an intelligent man. He is self-disciplined. He is also curious, that puts him into trouble. Odysseus is merciful. He takes risks and faces challenges and adventures. He is ready to save his friends. He has a heroic character. ഒഡീസിയസ് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം സെൽഫ് ഡിസിപ്ലിൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ക്യൂരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ടല്ലോ, അത് മുഖേനയാണ് അദ്ദേഹത്തിന് ഒത്തിരി ട്രബിൾ, മീൻസ് ഇനി അവിടെ എന്താണ് നടക്കുന്നത്, അങ്ങനെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒത്തിരി ട്രബിൾസ് ജീവിതത്തിൽ വരുന്നുണ്ട്. ട്രബിൾ എന്ന് പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിക്കേണ്ടിയും വരുന്നതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് റെഡിയാണ് അവരെ സേവ് ചെയ്യാനായിട്ട്. അതിനുവേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു ഹീറോയിക് ക്യാരക്ടർ ഉണ്ട് എന്ന് പറയാം. ഒരു ഹീറോയുടെ ഒക്കെ ക്യാരക്ടറാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ മനുഷ്യസ്നേഹിയാണ്, കരുണയുള്ള ഒരു മനുഷ്യനാണ് ഒഡീസിയസ്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് കഴിഞ്ഞു. ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എസ്സേ ഒക്കെ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു എസ്സേ കവർ ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.